ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് പഴംപൊരി. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിനായിട്ട് 3 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതായിരുന്നു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാനും. ഇനി ഈ പഴത്തിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെടുകെ പിളർന്നെടുക്കാം, നല്ല തിക്കായിട്ടെടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ നേന്ത്രം. ഞാനിവിടെ ഇതുപോലെയാണ് നടു കഷ്ണമായിട്ട്, പിന്നെ അതിനെ 2 കഷ്ണമാക്കാം. അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ 4 പീസാക്കി എടുക്കാം, 5 പീസാക്കിയിട്ടും എടുക്കാം. അപ്പം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 170 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് നൈസ് അരിപ്പൊടി, പിന്നെ ഇട്ടതാണ് ദോശമാവ് 1/2 കപ്പ്. അതായത് ഞാനെടുത്തത് 170 ml ആണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡപ്പൊടി. മധുരം കൂടുതൽ വേണ്ടുന്നവർ പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരം നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. അതൊക്കെ ആ പഴുത്ത പഴത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ദോശമാവാകുമ്പം കുറച്ച് ലൂസിലല്ലേ ഇരിക്കുക. ഇഡ്ഡലി മാവാണെങ്കിൽ അധികം വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ബാറ്റർ തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആഡ് ഓൺ കൂട്ടിയും കുറച്ചും എടുക്കാം. അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാത്രത്തിൽ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഏത് വേണമെങ്കിലും ആവാം. നമ്മൾ പഴം നീളത്തിലാണ് അരിഞ്ഞതെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം വേണം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോ പഴം ബാറ്ററിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാറ്റർ ലൂസ്, അത്രയും ലൂസ് ആവാൻ മതി. പിന്നെ 170 ml ഞാനെടുത്ത മെഷർമെൻറ്റ്സ് 170 ml എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 നേന്ത്രപ്പഴം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ബാറ്റർ കുറച്ച് ബാക്കി വരുന്നുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം, ബാറ്റർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി പൊന്തി വരും. ഞാൻ പെട്ടെന്ന് തന്നെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ലോ ഫ്ലെയിമിൽ ഞാൻ ആദ്യം ഇട്ടത് ഒന്ന് മൂപ്പ് കൂടിപ്പോയി, അത്രയും വേണ്ട കേട്ടോ. ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമുക്ക് എല്ലാം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂട് ചായയുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു മൂപ്പ് മതി. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല രസത്തിലുള്ള പഴംപൊരി. ഈ ദോശമാവ് വെച്ചിട്ട് നമ്മളുണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ പൊന്തിയും വരും. ലാസ്റ്റ് ബാറ്റർ ഇത്രയേ വന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന ബാറ്റർ കറക്റ്റ് അളവിലാണെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ട. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ദോശമാവോ ഇഡ്ഡലി മാവോ ബാക്കി വന്നു കഴിഞ്ഞാൽ, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് കമൻറ്റ്സ് ഇടൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അടുത്തൊരു റെസിപ്പിയുമായി. നല്ല ചായയുടെ കൂടെ പഴംപൊരി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.